മേളൊരു വീഡിയോ കാണുമല്ലേ മോനെ, അതിന്റെ ഇടയ്ക്ക് നീ പാട്ട് പാടിയാൽ എങ്ങനെ ശരിയാവണേ? ഇതെന്താ തൊപ്പി ലൈവ് എന്ന് പറഞ്ഞ സ്പാം ചെയ്യണ എല്ലാരും? അടുത്ത യൂണിവേഴ്സിലോട്ട് എന്തോ വൈകിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്, വെറുതെ വിടണം. അതെന്താ ഞാനിപ്പോ കണ്ടത്? അത് അബിയാർ ബ്രോ, എന്ത് രസം ബ്രോ കാണാൻ. എന്റെ അമ്മോ, എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഈ പെൻസിലില്ലേ, ഇതുകൊണ്ട് വരയ്ക്കാത്തോണ്ടാണ് നമ്മുടെയൊക്കെ പടം അപ്പി പോലെ ഇരിക്കണം, മനസ്സിലായ? ഈ പെൻസിൽ വെച്ച് വരച്ചാലേ ശരിയാവുള്ളൂ. പിന്നെ ഈ പെൻസിൽ വെച്ച് വരച്ചാൽ നമ്മള് വരയ്ക്കൂലേ? ശരിയാ ശരിയാ ശരിയാ. എന്നാലും ഈ പെൻസിലിന് വില കൂടുതലാ, അതാണ് പ്രശ്നം. പിന്നെ പെൻസിലൊക്കെ നല്ല വിലയാ. എടാ വരയ്ക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാ. Counter-Strike 2 just witnessed the biggest virtual economy crash in history, wiping out $3 billion overnight. That's because Valve, the company behind CS2, quietly tweaked something called trade-up contracts. So basically, trade-up contracts are an in-game system that lets players exchange and trade weapons. For example, you could trade 10 lower-tier skins for 1 high-tier skin, but there has always been a ceiling. You could never trade your way into knives or... ഇതിൽ ട്രേഡ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കുവാണ്, CS:GOയിലെ സ്കിൻസ് നമ്മൾ മേടിക്കുന്ന പൈസക്ക് മാത്രമാണോ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്, അതോ നമുക്ക് ഇഷ്ടമുള്ള പൈസക്കും ഗൺസിനും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ആരിലൊന്ന് പറയോ? നമ്മൾ മേടിക്കുന്ന അതേ എമൗണ്ടിന് തന്നെയാണോ കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് വാല്യൂ? No, our wish ആണെന്ന്. Okay. ഇഷ്ടമുള്ളത്. gloves, the most valuable gold tier items in the game. Those were obtainable only through pure chance or by buying them for thousands of real dollars. But with this update, players could now trade 5 covert skins for a rare knife or glove. And that single change broke the economics of the gaming marketplace and wiped out half the market. From $6 billion to $3 billion within just 48 hours. Because the most expensive and ultra rare items, knives and gloves, suddenly flooded the market, destroyed their rarity, dropping 30 to 70% in value, while some mid-tier covert skins shot up. Many even started treating these skins like stocks, while multiple lost their entire life savings. Now the market has climbed back to about $4 billion. But it's a fascinating moment in gaming history. A $3 billion virtual crash triggered by a single game update, reminding that even digital... ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഈ CS:GO കളിക്കാത്തത്. ഇതുകൊണ്ടാ. പിന്നെ ലോസ് വരൂലേ? പിന്നെ എന്റെ ഫ്രണ്ട് നാളെന്തോ പുതു കാഴ്ചയെന്തോ കൂടെയാരോ ഇനി പോണതെങ്ങോ മാറും തുണികള് മായും രുചികള് ശീലം പല പല. സ്റ്റക്കായി ഈ വീഡിയോ സ്റ്റക്കാടാ. കൊള്ളാം ബ്രോ, നൈസ്. ബാക്കി പ്ലേ ആവുന്നില്ല, ഡിസ്കോർഡിന്റെ ബഗ്ഗാ. മലയാളം സോങ് ഹൗ ആൽക്കഹോൾ ഈസ് മെയ്ഡ്. മുന്തിരി ചതച്ചതിന്റെ നീർ പുളിപ്പിച്ചാൽ വിനാകും. മുന്തിരിക്ക് പകരം ബാർലി അല്ലെങ്കിൽ വീട്ടെടുത്താൽ ബീറാകും. ഈ ബീർ നേദിസ്റ്റിൽ ചെയ്താൽ അതായത് വെള്ളം ബാഷ്പീകരിച്ചതിലെ ആൽക്കഹോൾ കോണ്ടന്റ് വർദ്ധിപ്പിച്ചാൽ കണക്ക് പോണേ കോക്ക് പകരൂരു നേരത്ത് ഓർമ്മയുടെ മേളൊരു വീഡിയോ കാണുമല്ലേ മോനെ, അതിന്റെ ഇടയ്ക്ക് നീ പാട്ട് പാടിയാൽ എങ്ങനെ ശരിയാവണേ? ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ടല്ലേ ഞാൻ മേലോട്ട് പോയത്. നീന്തിട്ട് ഓടിയരികാരോ വന്നില്ലേ മിഴിയുന്ന തിളങ്ങിയില്ലേ. നൈസറാ, കൊള്ളാം. ഇല്ല ഇനി അവൻ ഇടയ്ക്ക് വീണ്ടും വന്നത് ഇതിൽ ജൂനിപ്പർ ബെറീസ് ചേർത്താൽ ജിനാകും. ബാർലിയിൽ എന്ത് ചേർക്കുമ്പോഴാണ് ജിന്ന് ഫെർമെന്റേഷൻ ബോട്ട് ഞാൻ ഇനി നാളെ അടുത്ത കേസാവട്ടെ, എനിക്ക് വാറ്റാൻ പറ്റില്ലെന്ന് പകരം പൊട്ടേറ്റോസ് അല്ലെങ്കിൽ കോർൺ എടുത്താൽ വോഡ്കാകും. ഇവിടെ ഷുഗർ കെയിനിന്റെ നീരെടുത്താൽ റമ്മാകും. ഷുഗർ കെയിനിൻ നാളെ ഈ ചാറ്റിലുള്ള 10 കരിമ്പ് വെട്ടാൻ നിൽക്കും കേട്ടോ, അപ്പുറത്തെ പറമ്പില്.
എല്ലാരും പൊങ്കലിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യും. കരിമ്പ് വെട്ടാൻ നിൽക്കുന്ന നാളെ ഇവരൊക്കെ നോക്കുമ്പോര് ഗരമീ മെക്സിക്കൻ സസ്യമായ ബ്ലൂ അഗാവെ എടുത്താൽ തെക്കീലാകും. പഴങ്ങൾ തന്നെ പുളിപ്പിച്ച് ഡിസ്റ്റിൽ ചെയ്താൽ അത് ബ്രാൻഡിയാകും. എന്തൊക്കെ ഐറ്റങ്ങളല്ലേ. അണ്ണന്റെ ബോഡി ഇതുപോലെ സെറ്റ് ആക്കിയിട്ട് ലൈവിൽ ഇതുപോലെ വരുമോ? ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഒറ്റൊരു ബാക്ക് റിവീൽ ചെയ്താ എത്ര വർഷമാണ് ക്രിക്കറ്റ് ലൈവിൽ കണ്ടായിരുന്നു. എടാ നിങ്ങൾ ക്രിക്കറ്റ് ലൈവിൽ സത്യം പറഞ്ഞ എന്താ കണ്ടെന്നറിയോ? അതെന്റെ എന്റെ വയറൊന്നും അല്ല, അത് ചെസ് പാഡാണ്. ചെസ് പാഡ് ഇത് പിന്നെ നമ്മള് മറ്റേ ഇത് വെക്കണം, നീ പാഡ് വെക്കണം, പിന്നെ ഇത് വെക്കണം, തൈ പാഡ് വെക്കണം, ഇതെല്ലാം അണ്ടിപ്പാഡ് AP വെക്കണം. എല്ലാം കുറച്ച് വണ്ണം വെച്ചിരിക്കും. അത് കാണുന്നത് നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ എന്റെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കും എന്റെ ബോഡി, മനസ്സിലായ? എന്താ പാഡൊക്കെ സോഫ്റ്റ് ആണോ? അത് മേടിച്ചു വെച്ചു നോക്ക്. ഫീൽഡ് ചെയ്തപ്പോ കണ്ടായിരുന്നല്ലോ ബ്രോ. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ഫീൽഡ് ഈ ഹാർഡ് ബോളിൽ കളിച്ചുകൊണ്ടാണ് ഞാൻ ഫീൽഡ് ചെയ്തപ്പോഴും ഞാൻ പാഡൊക്കെ വെച്ചാണ് ഇറങ്ങിയത്, മനസ്സിലായ? ഇപ്പൊ നിങ്ങൾ ഈ ഇന്റർനാഷണൽ ലെതർ ബോൾ ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞൂടല്ലേ? ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ദേഹത്ത് ബോൾ ഉള്ളായിരിക്കാൻ വേണ്ടി നമ്മള് അങ്ങനത്തെ പാഡ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ മനസ്സിലായോ? നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നിക്കുന്നേ ഉള്ളൂ, പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? ദേഹത്ത് ബോളൊക്കെ അടിച്ച് എന്ത് ചെസ്റ്റില് ഞാൻ ചെസ് പാഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെ. ഇതെന്താ തൊപ്പി ലൈവ് എന്ന് പറഞ്ഞ സ്പാം ചെയ്യണ എല്ലാരും? എന്തു പറ്റി തൊപ്പിയുടെ ലൈവിൽ? എന്താ ഞാൻ കാര്യം ചോദിച്ചത് മാരാറെ, ഞാൻ പറയുന്ന കേക്ക്, ഞാൻ അങ്ങോട്ട് പറയുന്നത് ആദ്യം കേക്ക്. ഓക്കെ, ഞാൻ അടുത്ത യൂണിവേഴ്സിലോട്ട് എന്നെ എന്തോ വഹിപ്പിക്കരുത്. ഞാൻ വേണേ ലൈവ് നിർത്തിത്തരാം, നിങ്ങൾ എല്ലാവരും അവിടെ പോയി പ്രശ്നം കണ്ടോ, പക്ഷെ എന്നെ അതിലോട്ട് വലിച്ചിടരുത്. ഞാൻ ഇപ്പൊ ഇത്ര ദിവസം വരെ അഖിൽ ചേട്ടന്റെ ഒക്കെ കൂടെ ഞാനിത് കളിച്ചുകൊണ്ടിരുന്നത്, മനസ്സിലായ? എനിക്ക് ഒരു കോൺട്രവേഴ്സിയിലൂടെ ഇടാക്കാൻ വയ്യ. ഇത് എന്തിന്റെ പേരിലാന്ന് പോലും എനിക്ക്. ബിഗ് ബോസ് ആണ്, എന്താ പ്രശ്നം? എന്താ ബിഗ് ബോസ് ആണാ? ഇവിടത്തെ ബിഗ് ബോസ് പോലും കാണാത്തവനാണ് ഞാൻ. എന്റെ ഉപദ്രവിക്കരുത്, വെറുതെ വിടണം. ഓക്കെ, ഞാൻ നിർത്താം, ലൈവ് നിർത്താം. നിങ്ങളെല്ലാവരും അത് എന്തായാലും ഞാനിപ്പോൾ ഇതോടെ കണ്ടിട്ട് ഞാൻ നിർത്താന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു. നാളെ തൊട്ടേ ഗെയിം സ്ട്രീംസ് നാളെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എൻ്റെ നാളെ മൗസ് നാളെ വരത്തുള്ളൂ. മൗസോടെ നാളെ വന്നിട്ട് ഞാൻ ബാക്കി എല്ലാ ഗെയിം സാധനങ്ങളെല്ലാം ഇതാക്കാം. പോലെ യു കണ്ടില്ല, നമുക്ക് രണ്ടുപേരും നോക്കിയിട്ട് നിർത്താം. ചേട്ടാ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമോ? കിടിലോടാ. Still can't believe I made this. I'm in that bomb girl, in them big bomb bird, bring them down, big got them bird, now them bed I'm doing the kid I'm bird, bam bam ben bird, bam. They don't better got them big done doing, that I'm bird, that I'm bang, that bet I'm bird, and I'm out of bed, that. Motherfucker! എനിക്കിങ്ങനത്തെ ജംസ്കെയർ സാധനങ്ങളൊക്കെ പേടിയാണ് കേട്ടാ. മറ്റേ ഗെയിം കളിയാ? അവിടെ എവിടാ വന്ന് വീണത്? അത് ഒരു മുക്കിലിട്ട് കുറച്ച് ചോറ് എടുക്കട്ടെ. സൗത്ത് ഇന്ത്യൻസ് വാച്ചിങ് ദിസ് ബി ലൈക്ക്. उसका मतलब तुम भी यही No! No! Never! അതെന്താ ഞാനിപ്പോ കണ്ടത്? അത് പോയി
Marine versus robbers. While this man was about to leave with his groceries, 2 robbers had sneaked inside. Suddenly, one of them pulled out a gun on the storekeeper, but before things could get worse, the man reacted quickly and grabbed the weapon, turning the tables on the robbers. He wrestled the gunman to the ground and held him in a chokehold, while the other robber panicked and ran for his life. Pinning down the robber, he even managed to fix the jammed gun and waited for the police to arrive while the robber begged for mercy. റിയൽ ഫുട്ടേജ് എന്റെ ആളിയാ. ഞാൻ first അടിയാ വിചാരിച്ച് ചുമ്മാ അതെ ഞാനും വിചാരിച്ചു മയില്. ഏത് വണ്ടിയടാ അത്? ബെൻലിയോ ബെൻലിയാണോ ഇത്? Comes with its own infotainment, and if I press this button, ഓണൊക്കെ വരുന്നു. that's a privacy screen. പ്രൈവസി സ്ക്രീൻ. When you look right there, that lifts up. China is not playing around. China. This is a projector. What and the this is fuck? basically a cinema inside. It's coming from there. I can activate the theater. zero gravity. And all of this costs less than $100,000 in China. You can also get it for up to $150, depending on the spec. That is a fingerprint scanner, which opens up your safe. And look at all the screens. 12.3 inches over here. ഇത് ഏത് വണ്ടിയാണോ ഇത്? 15.6 right there. ഇത് ചൈനീസ് കാറാടാ. 16 inches. If you press that, that's now for foldable phones. This is the Huawei Maestro S800. ഹുവാവേയുടെ കാറാ. മൊബൈൽ A phone company made this. If this car entered the US, it would obliterate the car market. ഈകൾ എടുക്കുമല്ലേ അളിയാ ഇത്? ഞാനോ? ചൈനയിലേ പറ്റുള്ളൂ. എടാ ഇത് ഇന്ത്യ വരുമ്പോഴത്തേന് ദേവുട്ടൻ എനിക്ക് വേണ്ടിട്ട് അമ്പലത്തില് ചിതാഭസ്മം ഒഴുക്കണ സമയമായിരിക്കും. മനസ്സിലായ വിജയ്? Me aguanto la más de nada, pues si vienes a mi cama, a mi cama. Pues si vienes a mi cama, a mi cama. എന്തൊക്കെ തരം സാരങ്ങളൊക്കെയാണെന്ന് പറയണ ദൈവമേ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു. നിങ്ങൾക്ക് 5 കുട്ടികളുണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു. ടിൻഡു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻഡു മോൻ നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ നടത്തറ. അതുകൊണ്ടാണ് ഞാൻ ആ ഡീറ്റെയിൽ കേട്ടോ. ലിറ്റിൽ ഫ്ലവേഴ്സ് കോൺവെന്റ് നടത്തറ. പറയണേ, നീ വേഗം കല്യാണം കഴിക്കും. അച്ഛൻ്റെ എന്നിട്ട് എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം. അയ്യോ എന്ത് ക്യൂട്ടല്ലേ ഇത് നോക്ക്. എന്ത് നമ്മൾ കണ്ട ഇത് കണ്ടോ? ഇയാള് കേസപ്പ നമ്മൾ ഞാൻ ഇതൂടെ നോക്കിയിട്ട് ഇന്നത്തെ ലൈവ് നിർത്തുവാണ് കേട്ടാ. ഞാന് നമുക്ക് ഇതൂടെ താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവില ചക്ക കഴിക്കും. മാവിലച്ചക്ക തിന്നാൻ പാടുണ്ടോന്നും മാവിലായി ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ല. അപ്പോട്ട് ഇങ്ങോട്ട് പോന്നു. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടിനാ. പക്ഷെ ഈ പടം കണ്ടാലും അത് മനസ്സിലാവുള്ളടാ. അത് ഇങ്ങനെ പഴയ ഒരു ക്ലിപ്പ് മാത്രം കണ്ടിട്ട് ഇതായിട്ട് അല്ല. പക്ഷെ പടം കാണുമ്പോ അതിന്റെ ഫീലൊക്കെ കിട്ടും. ആ സമയത്ത് നമുക്ക് ഈ സീനൊക്കെ കാണുമ്പോ കുറച്ച് വിഷമം ഇതൊക്കെ വന്ന സമയമുണ്ട്. ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ട്രോൾ ഇത് ഓക്കെ, നല്ല ഇമോഷണൽ സീനാണ് അതൊക്കെ പറഞ്ഞത്. പണ്ടത്തെ ആ പടത്തിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. അത് കുറച്ച് ഇമോഷണൽ സീൻസ് ആണ്. പക്ഷെ ട്രോൾ ഓക്കെയാണ്. സോ ഗൈസ്, അപ്പം ഞാൻ അങ്ങോട്ട് നിർത്തുക. നിങ്ങൾ പോയി അടിയും വഴക്കും ഒക്കെ കാണും. അവിടെ വേറെ ഏതൊരു ഉൽക്ക് പൊട്ടിയിട്ടുണ്ട്. ഒരടിക്ക് കോള് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാരും അവിടോട്ട് നോക്കുമല്ല. എനിക്ക് ഇതിലോട്ട് ഇടപെടാനും ഇപ്പൊ വയ്യ, കാണാനും വയ്യ. ഞാൻ അപ്പൊ ഇന്നത്തെ ലൈവ് അങ്ങോട്ട് നിർത്തുക.